ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഇവിടെ മുതൽ നമ്മൾ 8ാം ക്ലാസ്സിന്റെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അതില് ഇക്കായി 1 പത്തേ പത്തേയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പേഡ് ആണ് ഈ വീഡിയോയില് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് പോവാം. ഇക്കായി എ പത്തേ പത്തേ ചാപ്റ്റർ 1 പേഡ്. പേഡ് എന്ന് പറഞ്ഞാൽ മരം. ഈ കവിത എഴുതിയിരിക്കുന്നത് സുശീൽ ശുക്ല. पेड़ तुम पेड़ नहीं तुम दर्जी, तुमने कितने सिले घोंसले कितनी सिली हवाएं, धूप सिली तो बिखर गई कतरन कतरन छायाएं, पेड़ तुम पेड़ नहीं तुम दर्जी. ഈ ഒരു കവിത വളരെ ചെറിയൊരു കവിതയാണെങ്കിലും ഇതിന്റെ ഓരോ വരികളിലും ഇന്നർ മീനിങ് നന്നായിട്ടുണ്ട്. അപ്പൊ ഓരോ വരികൾ വായിക്കുമ്പോഴും അത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് സ്ലോ ആയിട്ട് ഓരോരോ വരിയായിട്ട് പോകാം. ആദ്യമായി പേട് തും പേട് നഹി തും ദർജി. ഇവിടെ മരത്തിനെ ഒരു മരമായിട്ടല്ല, ഒരു തുന്നൽക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരൻ അല്ലെങ്കിൽ ഒരു ടൈലർ ഒക്കെ ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്, സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോ മരം എങ്ങനെയാണ് ഒരു തയ്യൽക്കാരനാവുക? മരത്തിന്റെ തുന്നല് സാധാരണ തുണിയും സൂചിയും നൂലും ഒക്കെയുള്ള തുന്നലല്ല. തുണി കഷണങ്ങള് തുന്നി തുന്നി വലിയ തുണികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും ചേർത്ത് വെച്ച് അതിന് ജീവൻ കൊടുക്കുന്നതും അതിനൊരു ഭംഗി കൊടുക്കുന്നതും അതിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നതും മരമാണ് എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പൊ മരം എന്തൊക്കെ കാര്യങ്ങളാണ് തുന്നി ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തുമ്നെ കിത്നെ സിലെ ഘോസ്ലെ കിത്നി സിലി ഹവായേ. ഘോസ്ല കിളിക്കൂട്, പക്ഷികളുടെ കൂടാണ് ഘോസ്ല. മരത്തിനോട് ചോദിക്കുക, തുമ്നെ കിത്നെ സിലെ ഘോസ്ലെ, നീ എത്ര കൂടുകളാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്? മരം എന്ന തയ്യൽക്കാരൻ തന്റെ ഇലകളും ചില്ലകളും ഉപയോഗിച്ച് പക്ഷികൾക്ക് എത്ര കൂടുകളാണ് തുന്നി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കിത്നി സിലി ഹവായേ, ഹവ കാറ്റ്, എത്ര കാറ്റിനെ നിങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കാറ്റിന് നമുക്ക് തുന്നാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആകാശത്തുകൂടി അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ വീശിയടിക്കുന്ന കാറ്റിനെ ഒന്നിച്ചു ചേർക്കുകയാണ്. കാറ്റടിക്കുന്നത് മരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് അങ്ങ് പോവില്ല അല്ലെ? അപ്പൊ മരത്തിൽ തട്ടി ആ കാറ്റ് അതിനോട് ചേരുകയാണ്. അതിനെ തുന്നിച്ചേർക്കുന്നത് പോലെയാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇനി ധൂപ് സിലി തോ ബിഖർ ഗയി കത്രൻ കത്രൻ ഛായായേ. ധൂപ് സിലി തോ ബിഖർ ഗയി. ധൂപ് വെയിൽ, ബിഖർ ഗയി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിതറി പോവുക. നമ്മൾ ഒരു കാര്യത്തിന് തുന്നിച്ചേർത്തത് വിട്ടു പോവുക എന്നുള്ള അർത്ഥമാണ് ബിഖർ ഗയി എന്ന് പറയുന്നത്. മരം ആകാശത്തിൽ നിന്ന് വരുന്ന ചൂടിനെയും തടുത്തു നിൽക്കും അല്ലേ? അതിനെയും തുന്നിച്ചേർക്കും പോലെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ചൂട്, വെയില് അതികഠിനമായതുകൊണ്ട് എന്ത് പറ്റി? ബിഖർ ഗയി, അത് പൊട്ടിച്ചിതറി പോവുകയാണ്. കത്രൻ കത്രൻ ഛായായേ. കത്രൻ എന്ന് പറഞ്ഞ തുണികളൊക്കെ മുറിച്ച് കഷ്ണം തുണികൾ ഉണ്ടാവില്ലേ, അതിനാണ് പറയാ. ഒരു മരത്തിന്റെ താഴെ വെയിലുള്ള സമയത്ത് പോയി നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വെയില് മുറിഞ്ഞു പോയിട്ട് താഴെ കഷ്ണങ്ങൾ പോലെ നിഴലുകള് കാണാൻ പറ്റും. പേട് തും പേട് നഹി തും ദർജി. മരമേ, നീ മരമല്ല, ഒരു തുന്നൽക്കാരനാണ്. धूप सिली तो बिखर गई कतरन कतरन छायाए, इससे क्या दृश्य ഉഭർ ആതാ ഹേ. തുണിക്കഷ്ണങ്ങൾ പോലെ താഴെ നിഴലിങ്ങനെ പരന്നു കിടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഓർമ്മ വരുന്നത്? അതിന്റെ ഒരു പിക്ചർ, ആ ഒരു ചിത്രം ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് നോക്കൂ. മരത്തിന്റെ താഴെ ചെല്ലുമ്പോൾ ഇലകളിലൂടെ വന്ന് നിഴലുകൾ താഴെ കിടക്കുന്നത് കാണാം അല്ലെ? തണല് കിടക്കുന്നത് കാണാം. അപ്പൊ ആ ഒരു വിഷ്വലാണ് നമുക്ക് മനസ്സിൽ ഓർമ്മ വരിക. ഈ ഒരു പോർഷന്റെ അർത്ഥം മനസ്സിലായല്ലോ? എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? മരത്തിനെ ഒരു തയ്യൽക്കാരനായിട്ടാണ്. മരം എന്തിനെയൊക്കെയാണ് തയ്ക്കുന്നത്? ഘോസ്ലെ കിളിക്കൂട്,
ഹവായെ കാറ്റ്, ധൂപ് വെയിൽ. मिट्टी सिल कर रंग बनाए, पानी सिल आकाश, मिट्टी रंग हवा पानी को जोड़ा दिया तराश, पेड़ तुम पेड़ नहीं तुम दर्जी. മിട്ടി സിൽക്കർ, മിട്ടി മണ്ണ്, ഭൂമി. അപ്പൊ മണ്ണിനെ തയ്ച്ചിട്ട് രംഗ് ബനായേ, പല പല മണ്ണുകള് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മണ്ണിനെയൊക്കെ ചേർത്ത് വെച്ചിട്ട് പല പല നിറം കൊടുക്കുകയാണ്. പാനി സിൽ ആകാശ്, അതുപോലെ പാനി വെള്ളം, സിൽ ആകാശ് വെള്ളത്തിന് ഭൂമിയിൽ നിന്ന് വേരിലൂടെ വെള്ളം വലിച്ചെടുത്തിട്ട് അത് ബാഷ്പമായിട്ട് ആകാശം വരെ പോകുമല്ലേ. മണ്ണിനെ തുന്നിച്ചേർത്ത് പല പല നിറങ്ങൾ ഉണ്ടാക്കുന്നു, വെള്ളത്തിനെ തുന്നിച്ചേർത്തിട്ട് അതിനെ ആകാശം വരെ എത്തിക്കുന്നു. മിട്ടി രംഗ് ഹവ പാനി, മണ്ണും നിറങ്ങളും കാറ്റും വെള്ളവും അതിനെയൊക്കെ ജോഡ ചേർത്ത് തരാശ്. തരാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയുള്ള രൂപങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ ചേർത്ത് വെച്ച് നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിനെ എത്ര ഭംഗിയുള്ള രൂപമാക്കി നീ മാറ്റുന്നു മരമേ. ഈ പ്രകൃതിയിലുള്ള വ്യത്യസ്ത വസ്തുക്കളായ മണ്ണും വായുവും വെള്ളവും എല്ലാം ഒടുവില് ഒറ്റ ജീവനായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ രൂപം അല്ലെ. ഈ മനോഹരമായ കാഴ്ചകൾക്കെല്ലാം കാരണമാരാണ്? മരമാണ്. പേട് തും പേട് നഹി തും ദർസി, മരമേ നീ വെറും ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയ തരാസ്, ഇസ്കാ താൽപര്യ ക്യാ ഹേ? മണ്ണും നിറങ്ങളും കാറ്റും വെള്ളവും ഒക്കെ ചേർത്ത് ഒരു രൂപം ഉണ്ടാക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഈ പ്രകൃതിയിൽ ഇതിന് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെയും ചേർത്ത് വെക്കുന്നത് മരമാണെന്നാണ് ഇതിൽ പരാമർശിക്കുന്നത്. തുമ്നെ കിത്നെ സിലെ കിനാരെ, കിത്നി സിലി ജമീനെ. തുമ്നെ കിത്നെ സിലെ കിനാരെ, കിനാരെ എന്ന് പറഞ്ഞാൽ തീരങ്ങൾ. എത്ര തീരങ്ങളെ നീ തുന്നിച്ചേർത്തിരിക്കുന്നു. അതുപോലെ കിത്നി സിലി ജമീനെ, എത്രയെത്ര മണ്ണുകളെ നീ ചേർത്ത് ചേർത്ത് തുന്നി ഒരുമിച്ചാക്കി വെച്ചിരിക്കുന്നു. മരമാകുന്ന തയ്യൽക്കാരൻ തന്റെ വേരുകളാകുന്ന നൂലുകൾ കൊണ്ട് നദികളുടെയും തോടുകളുടെയും ഒക്കെ എത്ര അതിരുകളാണ് ഒലിച്ചു പോകാണ്ട് തുന്നി ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ എത്രയെത്ര നിലങ്ങളെയും ഭൂമികളെയുമാണ് അത് തുന്നി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. രംഗ് മെഹക്കി ഹുയി സിലായി, ഫൂൽ സിലെ പശ്മീരെ. രംഗ് നിറം, മെഹക്ക് സുഗന്ധം, അതിന്റെ നല്ല വാസന, കി ഹുയി സിലായി മരങ്ങളെ ആലോചിച്ചു നോക്കൂ, അതിലുള്ള പൂക്കളെ ആലോചിച്ചു നോക്കൂ. അപ്പൊ മരത്തിലുണ്ടാവുന്ന ഈ പൂക്കളില് നിറങ്ങളും അതിന്റെ സുഗന്ധവും ഒക്കെ തുന്നിച്ചേർത്തത് ആരാണ്? മരമാണല്ലേ. അതുപോലെ ഈ പൂക്കളെല്ലാം ചേർത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോള് പോലെ ഉണ്ടാക്കിയെടുക്കുന്നതും മരം തന്നെയാണ്. കാശ്മീരികളൊക്കെ ഉപയോഗിക്കുന്ന തണുപ്പ് കാലത്തിടുന്ന ഭംഗിയായിട്ടുള്ള ഷോളുകളെയാണ് പശ്മീനെ എന്ന് പറയുന്നത്. പേട് തും പേട് നഹി തും ദർജി, മരമേ നീ വെറും ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. രംഗ് മെഹക്കി ഹുയി സിലായി, ഇസ്കാ മത്ലബ് ക്യാ ഹെ? രംഗ് മെഹക്കി ഹുയി സിലായി, നമ്മൾ പറഞ്ഞല്ലേ നിറവും സുഗന്ധവും ഒക്കെ പൂക്കളിൽ തുന്നിച്ചേർക്കുന്നത് മരമാണെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആം മേ ആം കെ സ്വാദ് സിലേ ഹെ, ജാമൂൻ മേ ജാമൂൻ കെ. ആം മാമ്പഴം, ജാമൂൻ ഞാവൽപ്പഴം. ഒരേ മണ്ണില് ഒരേ വളവും ഒരേ വെള്ളവും എടുത്തിട്ടാണ് ഈ മരങ്ങളൊക്കെ വളരുന്നത്. എന്നാൽ ആമ്മേ ആം കെ സ്വാദ്സിലെ, മാങ്ങയ്ക്ക് മാങ്ങയുടെ രുചി കൊടുക്കുന്നത് ആ മരമാണല്ലേ. അതുപോലെ ഞാവൽപ്പഴത്തിന് ഞാവൽപ്പഴത്തിന്റെ രുചി കൊടുക്കുന്നതോ അതും ആ മരമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഓരോ മരങ്ങളാണ്. ബാഗ് മേ ബാഗ് കെ സ്വാദ്സിലെ, ബാഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ വൻ കെ പേട് മേ വൻ കെ, അതുപോലെ വനത്തിലെ മരങ്ങൾക്ക് വനത്തിന്റെ ഭംഗിയും വനത്തിന്റെ സ്വാദും കൊടുക്കുന്നതും മരങ്ങൾ തന്നെയാണ്. ചില നാട്ടുപഴങ്ങളും കാട്ടുപഴങ്ങളും ഉണ്ടല്ലേ. ഇപ്പൊ നാട്ടുപഴങ്ങളുടെ രുചി വേറെയാണ്, കാട്ടുപഴങ്ങളുടെ രുചി വേറെയാണ്. തോട്ടത്തിൽ നിന്നുള്ള
മരങ്ങൾക്ക് ആ ഒരു രുചിയും ആ ഒരു ഭംഗിയും കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വനങ്ങളിൽ നിന്നുള്ള മരത്തിനും പൂക്കൾക്കും ഒക്കെ ആ ഒരു രുചിയും ആ ഒരു ഭംഗിയും ഒക്കെ കൊടുക്കുന്നത് ഒരു മരമാണ്. എല്ലാത്തിനും കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നത് ഒരു മരത്തിനെയാണ്. പേട് തും പേട് നഹി തും ദർസി. മരമേ, നീ വെറും മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. वन के पेड़ में वन के स्वाद सिले है का मतलब क्या है? വനത്തിലെ മരത്തിന് വനത്തിലെ സ്വാദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എന്താണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? നമ്മുടെ വീട്ടുപറമ്പിലോ തോട്ടത്തിലോ വളരുന്ന മരങ്ങളുടെ പഴങ്ങൾ കഴിക്കുന്ന സുഖവും അതേസമയം വലിയ വനത്തിനുള്ളിൽ മനുഷ്യന്റെ കൈ തട്ടാതെ വളരുന്ന മരങ്ങളുടെ പഴം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവില്ലേ? അതിന് കാരണം മരങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. आप अपनी जिंदगी को कैसे सिलाना चाहते हैं? നിങ്ങളുടെ ജീവിതത്തിനെ എങ്ങനെയാണ് തുന്നിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്? അതില് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്? ഓരോരുത്തരും ആലോചിച്ച് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ കവിത എല്ലാവരും നല്ല ഈണത്തിൽ വായിച്ചു നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വരികളിൽ നിന്നും കൂടുതൽ മീനിങ്സ് കണ്ടുപിടിക്കാനും നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മൾ ഇതുവരെ വായിച്ച വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. പേട് മരം, തും നീ, ദർജി തയ്യൽക്കാരൻ, തുമ്നെ നീ, കിത്നെ കിത്നി എന്നൊക്കെ പറഞ്ഞാൽ എത്ര എന്നാണ് അർത്ഥം. സിലെ സിലി തുന്നിച്ചേർത്തു. സിലെ സാധാരണ പുല്ലിംഗത്തിന്റെ കൂടെയും സിലി എന്ന് പറഞ്ഞ സ്ത്രീലിംഗത്തിന്റെ കൂടെയും ഒക്കെയാണ് ചേർക്കുന്നത്. ഖോസ്ലെ കൂടുകൾ, ഹവായെ കാറ്റുകൾ, ധൂപ് വെയിൽ, തോ അപ്പോൾ എങ്കിൽ, ബിഖർ ഗയി ചിതറിപ്പോയി പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ്. കദ്രൻ തുണിക്കഷണങ്ങൾ, ഛായായെ തണലുകൾ അതിന്റെ നിഴലുകൾ, മിട്ടി മണ്ണ്, രംഗ് നിറം, പാനി വെള്ളം. ആകാശ് ആകാശം, ജോഡ കൂട്ടിച്ചേർത്തു, ദിയ നൽകി, തരാശ് രൂപം, കിനാരെ അതിരുകൾ തീരങ്ങൾ, ജമീനെ ഭൂമികൾ, മെഹക് സുഗന്ധം, കീ ഹുയി അതിന്റെ ചെയ്യപ്പെട്ടു, സിലായി തുന്നൽ, ഫൂൽ പൂവ്, പശ്മീനെ മൃദുവായ ഒരു കമ്പിളി വസ്ത്രമാണ്, ഒരു ഷോൾ ആണത്. ആം മാമ്പഴം, സ്വാദ് സ്വാദ്, ജാമുൻ ഞാവൽപ്പഴം, ബാഗ് തോട്ടം. ഇനി വനമാണ് നമുക്ക് അറിയാവുന്നത് പോലെ. ഇനിയും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാഠത്തിന്റെ അവസാനം വാക്കുകളും അതിന്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ടാകും. അത് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം നോക്കിയിട്ട് പോകാം. കവിതാ മേ പേട് കിൻ കിൻ കോ സിലാത്താ ഹേ ചുൻകർ നീച്ചെ ലിഖേ. ഈ തന്നിരിക്കുന്ന ആരെയൊക്കെയാണ് കവിതയില് തുന്നിച്ചേർക്കുന്നതായിട്ട് പറയുന്നത്? ഘർ വീട് ഇല്ല അല്ലെ. ഹവായെ കാറ്റ്, കാറ്റിനെ തുന്നിച്ചേർക്കുന്നു. സാഗർ കടൽ, രാത് രാത്രി, ഫൂൽ പൂക്കൾ, ഖോസ്ലെ കൂടുകൾ, ബാദൽ ചാന്ദ്, ജമീനെ മണ്ണ് ഉണ്ടല്ലേ, കിതാബ് പുസ്തകം, കപ്പടെ തുണി, ധൂപ് വെയിൽ, കിനാരെ തീരങ്ങൾ, സപ്ന സ്വപ്നം, തിൻക പുൽക്കൊടികൾ. അപ്പൊ ഇതിൽ എന്തിനൊക്കെയാണ്? ഖോസ്ലെ, ഹവായെ, ധൂപ്, കിനാരെ, ജമീനെ, ഫൂൽ. സംബന്ധ പഹചാനെ ഓർ ജോഡെ ബനായെ. ഇവിടെ തന്നിരിക്കുന്നതിന്റെ ജോഡി ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ധൂപ് വെയിലിന്റെ ജോഡി ആരായിരിക്കും? ഛായ നിഴലാണ്. മിട്ടി മിട്ടി രംഗ് ഇതാണല്ലേ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. പാനി വെള്ളത്തിന്റെയോ? വെള്ളം ആകാശത്തിലേക്ക് എത്തിക്കുന്നു, വെള്ളം കൊണ്ട് ആകാശം തുന്നിച്ചേർക്കുന്നു എന്നാ പറയുന്നത്. അപ്പോ പാനി ആകാശ്. ഫൂൽ പശ്മീനെ, പശ്മീനെ എന്ന് പറഞ്ഞ ആ ഒരു ഷോള്. കവിത സെ യേ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. ഇവിടെ തന്നിരിക്കുന്ന അർത്ഥം വരുന്ന
കവിതയിലുള്ള വരികൾ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ധൂപ് കെ സിൽനെ സെ ഛായായെ ബിഗർ ഗയി. ഏതാണ് ആ വരി? ധൂപ് സിലി തോ ബിഗർ ഗയി കത്രൻ കത്രൻ ഛായായെ. അടുത്തത് पेड़ ने रंग और സുഗന്ധ की സിലായി की. മരം നിറങ്ങളുടെയും സുഗന്ധത്തിന്റെയും തുന്നൽ ചെയ്തു. ഏതായിരുന്നു ആ വരി? रंग महक ही हुई सिलाई फूल सिले पश्मीर. पेड़ ने मिट्टी रंग हवा और पानी को तराश के जोड़ा है. അതിനെയൊക്കെ ഒരു പ്രത്യേക രൂപങ്ങളായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് ആ വരി? मिट्टी रंग हवा पानी को जोड़ा दिया तराश. पेड़ ने प्रत्येक फल में अपना स्वाद भरा है. ഓരോ മരവും ആ മരത്തിലുണ്ടാകുന്ന പഴങ്ങൾക്ക് വേറെ വേറെ സ്വാദാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വേറെ വേറെ സ്വാദാണ് നിറച്ചിരിക്കുന്നത്. ഏത് വരിയായിരുന്നു? ആം മേ ആം കെ സ്വാദ് സിലേ ഹെ ജാമുൻ മേ ജാമുൻ കെ. शब्दों का आपसी संबंध पहचाने. സിലേ യ സിലി സെ പൂരാ കരെ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ചില സ്ഥലങ്ങളില് സിലേ, ചില സ്ഥലങ്ങളില് സിലി എന്നാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വാക്കുകളില് സിലേ സിലി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പിലും കൂടി നിങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്യണം. സിലേ ഘോസ്ലെ, സിലി ഹവായെ, സിലേ കിനാരെ, സിലി ജമീനെ. അപ്പൊ ഇങ്ങനത്തെ ഈ സ്ത്രീലിംഗവും പുല്ലിംഗവും ഉള്ള വാക്കുകള് നമ്മൾ കണ്ട് കണ്ട് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കണം. കാരണം ഇതിനൊരു റൂൾ ആയിട്ടില്ല. ഇവിടെ സിലേ പത്തേ, സിലി കലിയാം, സിലി നദിയാം, സിലി ഡാലിയാം. पेड़ को दर्जी क्यों कहा गया है? എന്തുകൊണ്ടാണ് മരത്തിനെ ഒരു തയ്യൽക്കാരൻ എന്ന് വിളിക്കുന്നത്? ചർച്ച ചലായേ, കവിതാക്ക ആശയിലേക്ക്. അപ്പൊ നിങ്ങള് ക്ലാസ്സിൽ നിന്ന് ഇത് ഒരു ചർച്ചയായിട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ കവിതയില് മരത്തിനെ ഒരു ദർജി അല്ലെങ്കിൽ തയ്യൽക്കാരൻ എന്ന് വിളിച്ചിരിക്കുന്നത്? നമുക്കത് എങ്ങനെ പറയാവുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. पेड़ को दर्जी इसलिए कहा गया है क्योंकि वह प्रकृति के अनेक चीजों को, മരം വഹ പ്രകൃതിക്ക് അനേക ചീസോ, പ്രകൃതിയിലെ നിരവധി കാര്യങ്ങളെ ജോഡ്ത ചേർത്ത് വെക്കുന്നു, ഓ സജാത്ത ഹേ അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു വെക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് മരത്തിനെ ഒരു തയ്യൽക്കാരൻ എന്ന് പറയുന്നത്. തയ്യൽക്കാരന്റെ ജോലി എന്താ? അതുപോലെയാണ് മരം ഈ പ്രകൃതിയിൽ ചെയ്യുന്നത്. കവിതാക്ക ആശയലിഖേ, കവിതയുടെ ആശയം എഴുതാനാണ് പറയുന്നത്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. കവിതാക്ക ആശയ ഹേ കി, ഇതാണ് കവിതയുടെ ആശയം. എന്താണ്? पेड़ प्रकृति को सुंदर और जीवन से भरपूर बनाता है. മരം പ്രകൃതിയെ ഭംഗിയുള്ളതും അതുപോലെ ജീവൻ നിലനിർത്തുന്നതുമായി ഉണ്ടാക്കുന്നു. കവിത आपको कैसे लगे? നിങ്ങൾക്ക് കവിത ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ये कविता बहुत सुंदर और कल्पनाशील लगी. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. പക്ഷെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല, നല്ല കവിതയാണ്. अपना मत प्रकट करते हुए कवि के नाम पत्र लिखे. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കവിത ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇഷ്ടമായതിന്റെ കാരണം എന്താണെന്നും നിങ്ങൾക്ക് ഇത് ശരിക്കും ഇഷ്ടമായി എന്ന് അറിയിച്ചും കൊണ്ട് കവിത എഴുതിയ കവിക്ക് ഒരു കത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ പ്രിയ കവി, നിങ്ങളുടെ കവിത വളരെ നന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കവിതയിൽ ഈ വരികളൊക്കെ നന്നായിട്ടുണ്ട്, ഇത് വളരെ നല്ല ആശയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ. അനുബന്ധ കാര്യം കവിത കാ ആലാപ് ഓർ ദൃശ്യാഭാസ് കരേ. കവിത ചൊല്ലി നോക്കുക, അതുപോലെ തന്നെ ആ കവിതയുടെ ഓരോ വരികളും അതിന്റെ ദൃശ്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. മുമ്പ് പറഞ്ഞതുപോലെ വാക്കുകളുടെയൊക്കെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് എഴുതിയ കവിയായിട്ടുള്ള സുശീഷ് ശുക്ലയെ പറ്റിയും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതിനനുസരിച്ചാണ് എനിക്ക് ഈ എക്സ്പ്ലനേഷനിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.